ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എന്താണ് നയൻത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ എയ്ത്തിലൊക്കെ ബേസ് ആയിട്ട് വർഗീകരണത്തിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? തരംതിരിക്കുക, ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യുക. അതേപോലെ ലിവിങ് വേൾഡിനെ നമുക്ക് തരംതിരിക്കുന്നതിനാണ് നമ്മൾ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വർഗീകരണം ക്ലാസിഫിക്കേഷന്റെ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ RH വിറ്റാക്കർ ആണ് എന്ത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. വിറ്റാക്കർ 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ എന്താണ് ലിവിങ് വേൾഡിനെ 5 ആയിട്ടാണ് നമ്മുടെ RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മൊനേറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, ആനിമേലിയ ആൻഡ് പ്ലാന്റ്. ഇങ്ങനെ 5 എണ്ണമായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷെ എന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ കാൾ വോസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ്. കാൾ വോസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ കാൾ വോസ് എന്താ ചെയ്തത്? നമ്മുടെ ലിവിങ് വേൾഡിനെ 5 ആയി തിരിച്ചിട്ടുണ്ട് എന്താണ് വിറ്റാക്കർ. പക്ഷെ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് എന്താണ് നമ്മുടെ കാൾ വോസ് എന്ത് ചെയ്തു? ഇതിനെ എന്താണ് കിങ്ഡത്തിന്റെ മേലെ ഒരു വർഗീകരണ തലം ക്ലാസിഫിക്കേഷൻ ലെവൽ കൂടെ കൊണ്ടുവന്നു. എന്ത് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ലെവൽ കൂടെ നമ്മുടെ കാൾ വോസ് കൊണ്ടുവന്നു. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? 3 ഡൊമൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്നാ പറയാം. അപ്പൊ 3 ഡൊമൈൻ ഏതൊക്കെയാണ്? ഒന്ന് ആർക്കിയെ, ബാക്ടീരിയ, പിന്നെ നമ്മുടെ യൂക്കാരിയോട്ട. ഇങ്ങനെ 3 എന്താണ് ഡൊമൈൻസ് ആണ് നമ്മുടെ ലിവിങ് വേൾഡിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാൾ വോസ് കൊണ്ടുവന്നത്. ലിവിങ് വേൾഡിനെ നമ്മൾ 3 ഡൊമൈൻ ആയിട്ട് തിരിച്ചു. എന്നിട്ട് ഈ 3 ഡൊമൈൻ പിന്നീട് എന്താണ് 6 കിങ്ഡംസ് ആക്കി മാറ്റി. ഏതൊക്കെയാ കിങ്ഡംസ്? ആർക്കിയയിൽ വരുന്നത് ആർക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് എന്താണ് ഓർഗാനിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് ജീവികൾ വന്നു. ബാക്ടീരിയസ് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയസിനെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് ഡൊമൈൻ ആണ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിലുള്ള കിങ്ഡാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. പിന്നെ യൂക്കേരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈനിൽ 4 കിങ്ഡംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്? നിങ്ങൾക്കൊക്കെ അറിയുന്ന നമ്മുടെ പ്രൊട്ടിസ്റ്റ വരുന്നുണ്ട്. എല്ലാ യൂക്കാരിയോട്സും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ വരും? പ്രൊട്ടിസ്റ്റ വരും, അതേപോലെ തന്നെ ഫഞ്ച വരും, പ്ലാന്റ് വരും, ആനിമേലിയ വരും. ഇങ്ങനെ 4 കിങ്ഡംസ് ആണ് നമ്മുടെ യൂക്കാരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈനിൽ വരുന്നത്. അപ്പൊ ഇത് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുവരെ ബൈ.